ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 1, 2, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആർക്കൊക്കെ തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചുമ ജലദോഷം കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഒരു എന്താ പറയുക, വീട്ടുവൈദ്യം അങ്ങനെയാണെന്ന് പറയാം, ആ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഇച്ചു ബേബിക്കൊക്കെ നല്ല ജലദോഷമാണ്, ചുച്ചുക്കുട്ടിക്ക് നല്ല ചുമ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ സീനായിട്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂൾക്ക് വിടണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം വെച്ചാൽ ലീവ് എടുക്കുക. അപ്പോൾ നമ്മുടെ ചുച്ചുക്കുട്ടി എണീറ്റിട്ടുണ്ട്. എണീറ്റ് ഉടനെ അവൾ കാണുന്നത്, എണീറ്റ് കുറേ നേരമായി, പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. ക്യാമറ കണ്ടപ്പോൾ നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയാണ് കേട്ടോ അവൾ. അപ്പോൾ ക്യാമറ കണ്ടത് അപ്പോൾ പരിപാടി. പിന്നെ നമ്മുടെ ഇച്ചു ബേബി രാവിലെ ഇന്ന് ഫസ്റ്റ് അവളാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അവസാനം വരെയും കാണാം കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തുളസിയില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് കുറച്ചെടുത്തത് അതുപോലെ നിരടി വെക്കുന്നുണ്ട്. ഇതിന്ന് ആ നീരെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിന്ന് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ടങ് സ്ലിപ്പ് ആവല് സ്ഥിരമാണ് ഗൈസ്. അല്ല ഇച്ചു ബേബിയുടെ സൗണ്ട് കുറേ പേര് ഇൻക്ലൂഡ് ആക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ സംസാരിക്കണ കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, വലിയ വലിയ വർത്തമാനങ്ങൾ അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ആ ചെറുനാരങ്ങ നീരിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നിരടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു തുളസീൻ്റെ ചാറ് അതെടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനൊരു 4 തുള്ളി കിട്ടുമ്പോഴേക്കും നമ്മുടെ ആയുസിൻ്റെ പകുതി ആരോഗ്യം പോയി കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണല്ലോ, ബുദ്ധിമുട്ടിയാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചീൻ്റെ നീരില്ലേ അതേപോലെ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇഞ്ചീൻ്റെ നീര് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. കയ്യിൽ ഇതുപോലെ ആക്കിയാൽ നമുക്ക് സെറ്റാവില്ല, കിട്ടൂല. അപ്പോൾ അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി തൊണ്ടവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ജലദോഷം ഉള്ളവർക്കൊക്കെ കഫം ഇളകി പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. തൊണ്ടവേദനയ്ക്ക് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഒരു ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക. 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല അത്യാവശ്യം ഒരു സമാധാനം കിട്ടും. രാവിലെ എണിച്ചിട്ട് ഗാർഗിൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇവിടെ കൊപ്ലിക്കുക എന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്താ കുലുക്കുഴിയുക എന്നാണോ? അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സമാധാനം കിട്ടും. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോബ്ലം. ഞാൻ വിചാരിച്ചു കുട്ടികളിവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വന്നതാണെന്ന്. പിന്നെ നോക്കിയപ്പോൾ കസിൻസിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞെന്നാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക മാറും എന്നുള്ളത്. ഞാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇംഗ്ലീഷ് മെഡിസിൻ ഇങ്ങനെ കൊടുക്കൂല. അപ്പോൾ ജലദോഷമൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു അളാപ്പാൻ്റെ ഭാര്യ ഉണ്ട്, ഒരു ഡോക്ടറാണ്. അപ്പോൾ അവർ പറയും മാക്സിമം ജലദോഷം വന്നാൽ അത് മൂക്കിൽ കൂടെ ഈ കഫമൊക്കെ പോകുന്നതൊക്കെ പോട്ടെ, അതാണ് നല്ലത് എന്ന്. ചെറുതിൽ ഞാൻ കേട്ട് പഠിച്ചതാണ്, അതെൻ്റെ മക്കൾക്ക് ഞാൻ ഫോളോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ കഫം ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മരുന്ന് കൊടുക്കാത്തത്. ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാലും മരുന്ന് കഴിച്ചാൽ 7 ദിവസത്തിൽ മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിലും 7 ദിവസത്തിൽ മാറും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്ന പോലെ. പിന്നെ കറണ്ട് ബില്ല് വന്നിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ അതെവിടെ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ ഓണർ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മോളെ, മറന്നതാണോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞിങ്ങനെ ബില്ല് കാണാനില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെ തന്നെ വിളിച്ചിട്ട് കൺസ്യൂമർ നമ്പർ ചോദിച്ചിട്ട് ഞാനിത് GPayയിലൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. കയ്യിൽ ക്യാഷ് ഉണ്ടാവലില്ല, ക്യാഷായിട്ട് കയ്യിൽ എങ്ങനെയും കിട്ടാൻ വഴിയൊന്നുമില്ല. അപ്പോൾ മിക്കവാറും നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അക്കൗണ്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെ GPay ചെയ്തുകൊണ്ട് പിന്നെ സമാധാനം, പിന്നെ നേരിട്ട് പോകേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ GPay ചെയ്യാൻ പറ്റിയില്ല, അത് എന്തോ സെർവർ ബിസിയാണെന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി അവർ വന്ന് ഫ്യൂസ് ഊരിയിട്ട് പോവാതിരുന്നാൽ മതിയായിരുന്നു.
ബില്ല് വന്നിട്ടുള്ളത് 6344 രൂപയാണ് ഗായ്സ്. പിന്നെ നമുക്ക് അത്യാവശ്യം ലൈറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ ആവശ്യമൊക്കെ വരുമല്ലോ. പിന്നെ 3 ഫേസും കൂടെ ആകുമ്പോൾ എന്തായാലും ചാർജ് കൂടും. പിന്നെ ഇത് വന്നിട്ട് കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത് കോവയ്ക്കാണ്. കോവയ്ക്ക വന്നിട്ട് ഇതുപോലെയാണ് പൊരിക്കുക, നീളത്തിൽ കട്ട് ചെയ്തിട്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് പൊരിക്കുന്നത് ഞാൻ പഠിച്ചത് വന്നിട്ട് എൻ്റെ അമ്മയുടെ മോളുടെ നിന്നാണ്. അവർ ഇതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടുമ്പോൾ റനക്കുട്ടിക്ക് ഇഷ്ടമായിട്ട് റനക്കുട്ടി പറഞ്ഞു തന്നാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. നോക്കിയപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ മസാല ഇല്ലേ പൊരിക്കൂലേ, ആ ഒരു പൗഡർ, ആ പൗഡറാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മുട്ട ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ മുട്ട ഒന്നും ഒഴിച്ചില്ല കേട്ടോ. പിന്നെ ദേ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് മാക്സിമം കൊടുത്തു വിടുന്നത് കേട്ടോ. സാധാരണ ചോറ് തന്നെ കൊടുത്തു വിടാം, പക്ഷെ എന്തെങ്കിലും അതിലൊരു വെറൈറ്റി കണ്ടെത്തും. ഇപ്രാവശ്യം പിന്നെ വെറൈറ്റിക്കുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് വെറൈറ്റി ഒന്നും കണ്ടെത്തുന്നില്ല. വൈറ്റ് റൈസ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊണ്ടുപോകാൻ. അങ്ങനെ ദേ ആ പരിപാടിയായി. പിന്നെ ഹയാൻ എണീറ്റിട്ടുണ്ട്, ഹയാൻ ബാത്റൂം പോയിട്ടുണ്ട്. ആരൊക്കെയോ പറയുണ്ടായിരുന്നു എന്തിനാണ് ഈ ഡോറിൽ ഇങ്ങനെ ഇതിട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, തോർത്തിട്ട് വെക്കാൻ പാടില്ല എന്നിട്ട്. തോർത്തല്ല, ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഇവിടുത്തെ ഡോറ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചില ഇടയിൽ കൂടെ ഇങ്ങനെ കാണും. അപ്പോൾ ബാത്റൂമിലുള്ളവർ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് കുളിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ദേ മക്കൾക്കുള്ള പേസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ആ പരിപാടികളൊക്കെ ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ എണിപ്പിച്ച് വിട്ടിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് പോയി. നമ്മുടെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്ര മാത്രമേ ഇതിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കോവയ്ക്ക ചിലപ്പോൾ എല്ലാ കുട്ടികളും കഴിക്കൂലല്ലോ, ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കൂലല്ലോ. പിന്നെ ഇത്ര എണ്ണ വേണം എന്നില്ല, അങ്ങനെ പൊരിച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര എണ്ണ ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാനിവിടെ എല്ലാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേ ലഞ്ച് ബോക്സ് ഇനിയിപ്പോൾ പാക്കിംഗ് ആണ്, എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. രാവിലത്തേക്ക് ദോശ റോസ്റ്റാണ് കുട്ടികൾക്ക് കഴിക്കാനുള്ളത്. പിന്നെ അതേ ഹേസു കുളിച്ച് വന്നു. ഹേസു ഇന്ന് ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ടായിരുന്നു ബെഡിൽ. പിന്നെ ഇച്ചു ബേബിക്ക് ഇപ്പോൾ ചെറിയ മടി കാര്യങ്ങളൊക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ അവൾ സ്കൂളിൽ പോകണ്ട, എനിക്ക് പനിയാണ്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ബാക്കി ഈ കുട്ടികളെ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരിക്കും, എനിക്ക് സ്കൂളിൽ പോകണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അവൾ എന്നെ പറ്റിച്ചു ഗൈസ്, അവൾ സ്കൂളിലേക്ക് പോയില്ല. അവളുടെ ടിഫിൻ ബോക്സ് ഇതേ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് എരിവില്ലാതെ. ഉപ്പേരിയല്ല ഈ പൊരിച്ചത്, എരിവില്ലാതെ പൊരിച്ചത് അവൾക്ക് ഓൾറെഡി ആക്കിയതാണ്. നോക്കിയപ്പോൾ ഉണ്ട് അവൾ പോയില്ല ഗൈസ്, പോയില്ല. എന്നിട്ട് അവസാനം ഹയാൻ ലേറ്റ് ആവണമെന്ന് തിരക്കാണെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഇറങ്ങുകയും ചെയ്ത്. പോവാത്തതിന് പിന്നെ ഒരു അരമണിക്കൂറോളം കരച്ചിലുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ സത്യം പറയാലോ, കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൂടും, ദേഷ്യം വരും, സങ്കടം വരും. എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യമായിരിക്കും വരുന്നത് കുട്ടികളുടെ കരച്ചിൽ പ്രത്യേകിച്ച് കേട്ടാൽ. ചിലപ്പോൾ റനക്കുട്ടിയോട് ഒന്ന് ഇവരെ കരച്ചിൽ കേട്ടാൽ ഓടി ഇവരെ എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകും. പിന്നെ റനക്കുട്ടീനെ ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നെ അധികം പേടിയൊന്നുമില്ല, പക്ഷേ റനക്കുട്ടീനെയും ഹയാനും നല്ല പേടിയാണ്. രണ്ടും നല്ലോണം വിരട്ടി വയ്ക്കും, മൂന്ന് പേരെയും. അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞവരനുസരിക്കും. പിന്നെ മക്കളങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല, നല്ല കുട്ടികളാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഹയാൻക്കുള്ള ലഞ്ച് ബോക്സാണ്. അപ്പോൾ അവന് കൂട്ടാൻ ആ ചെറിയ ബോക്സിൽ വെച്ചപ്പോൾ എനിക്ക് തികയില്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ നേരിട്ട് ചോറിലും വെച്ച് കൊടുത്തു. അവനാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്ത് തരുന്നത്. റനക്കുട്ടിക്ക് ഇപ്പോൾ എക്സാം തിരക്കൊക്കെ ആയതുകൊണ്ട് അവൾ രാത്രി 3 മണി വരെയൊക്കെ എണീറ്റിരുന്ന് പഠിച്ച് പിന്നെ രാവിലെ എണീക്കാൻ ലേറ്റാവും. അപ്പോൾ പിന്നെ ഞാൻ അവളെ വിളിച്ചില്ല. അപ്പോൾ ഹയാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാവണ്ട, അവനായിരുന്നു ആ ഭാഗം ഷൂട്ട് ചെയ്ത് തന്നത്. ഇച്ചു ബേബി പിണങ്ങിയിട്ട് ആ മുക്കിൽ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ വിളിച്ചിട്ട് വന്നു. ഇവരെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് മൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി പണിങ്ങി നിൽക്കും. പിന്നെ അതേ ചുച്ചുക്കുട്ടീൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹേസുക്ക് പിന്നെ ഇന്നലെ മുടിയെട്ടാനുണ്ടായിരുന്നു, കുറേ ദിവസമായി മുടിയെട്ടിയിട്ട് വന്നിട്ട് ഹേസു ഹയാനും കൂടെ പോയിട്ട് അങ്ങനെ മുടിയെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റനക്കുട്ടി പിന്നെ എണീറ്റ് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റനക്കുട്ടി വരാനും വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. കാരണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ വന്നാലേ എനിക്ക് കംഫർട്ടബിൾ ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയൊക്കെയാണ് ഷോട്ട് വേണ്ടത് എന്നുള്ളത് റനക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം.
എൻ്റെ കയ്യിൽ ട്രൈപോഡ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അതും പറ്റുന്നില്ല. നമ്മുടെ ക്യാമറ കേട് വന്നതുകൊണ്ട്, മറ്റേ ക്യാമറ ഞാൻ പറഞ്ഞില്ല അന്ന് എറണാകുളം പോയപ്പോൾ കേട് വന്നതാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഫോൺ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഷൂട്ടും ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു കോഴി മുട്ട വിരിയിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയാണ്. കുട്ടികളിപ്പോൾ ഫുൾ ടൈം ഫോണ് കാര്യങ്ങളൊന്നും വേണ്ട, കോഴീൻ്റെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. പിച്ചു ബേബിക്ക് എന്താണെന്നുള്ള ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്. എന്നിട്ട് ഞാൻ അവരോട് ഇവർ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയില്ലാത്ത കുട്ടികളാണ്, കോഴിക്കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ, അവർക്ക് അമ്മയില്ലാലോ, അവർക്ക് സങ്കടമാവും എന്നൊക്കെ പറയുമ്പോൾ അമ്മയുണ്ടല്ലോ അവർക്ക് അല്ലേ. ഞാന് ഇച്ചു ബേബി അമ്മയായിക്കാം അതിൻ്റെ. ഇനി ഇച്ചു ബേബിയാണ് അവരുടെ അമ്മ. ഓക്കെ, അങ്ങനെ ഇച്ചു ബേബി അപ്പുറത്ത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് സംസാരിച്ച് അവർക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് ഫീഡ് ചെയ്ത്, കുറച്ച് നേരം കിടന്ന് ഫീഡ് ചെയ്ത് അവരായിട്ട് കളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് ചെറുതായിട്ട് ബെഡിലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് പുതിയത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ബെഡ്ഷീറ്റൊന്നും കാണാനില്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് ഉള്ളിൽ യൂറിൻ ആവാത്ത നമ്മുടെ ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഉണ്ടാവില്ലേ, ആ സാധനം. പിന്നെ ഇന്ന് അങ്ങനെ അൽഹംദുലില്ലാ ഭാഗ്യമുണ്ട്, ഇന്നെങ്കിലും അങ്ങനെ ആശാരിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ഞാനൊരു ദിവസം സാധനം എടുക്കാനൊക്കെ പുറത്ത് പോയപ്പോൾ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക്കും ഉണ്ടായിരുന്നു, അപ്പോൾ ലോക്കും ഒക്കെ വെക്കാനും വേണ്ടിയിട്ട് ആശാരിമാർ വന്നിട്ടുണ്ട്. പക്ഷെ ലോക്കൊന്നും വെച്ച് കിട്ടൂല, അത് അതിൻ്റെ ആൾക്കാർ തന്നെ വരണം എന്ന് പറഞ്ഞു കേട്ടോ. ചോബി സ്റ്റിൽ ഇവിടെ അവർക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. അതായത് അവളെ സംബന്ധിച്ചിടത്തോളം ആ കോഴിക്കുഞ്ഞിന് അമ്മല്ല, അപ്പോൾ ഫുഡ് കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ അൺബോക്സിങ് തുടങ്ങുകയാണ്. അടിപൊളി ഒരു ക്രോക്കറിയാണ് കേട്ടോ. അപ്പോൾ റൺകുട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ റൺകുട്ടി എണീറ്റിട്ട് ചോദിക്കായിരുന്നു, എങ്ങനെയാണ് അമ്മി ലോണല്ല നോൺ ഹ്യൂമൺ ആയിട്ട് ജീവിക്കുന്നത്, മീൻസ് ഒരു മനുഷ്യന് വേണ്ടതാണല്ലോ ഉറക്കം. അവൾ 2 ദിവസം ഉറക്കം ഒഴിക്കുമ്പോഴേക്കും കണ്ണു പോലും പൊന്തണില്ല, എങ്ങനെ അമ്മയ്ക്ക് ഇത്ര ദിവസം ഇങ്ങനെ ഉറക്കമില്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്, ഒരു മനുഷ്യനല്ലാത്ത രീതിക്കാണല്ലോ ജീവിക്കണമെന്നൊക്കെ കൊണ്ട് അവളിങ്ങനെ കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളേന്ന്. ഇത് പറയുന്നത് കേട്ട അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടവും വരും, അത് ദേഷ്യമായിട്ട് പുറത്ത് കാണിക്കും. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയണ്ട, അമ്മയ്ക്കും വേണ്ടിയിട്ട് ജീവിക്കണം കേട്ടോ, ഞങ്ങളൊക്കെ കുറേ കഴിഞ്ഞ് ഞങ്ങളുടെ പണി നോക്കി പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല സെറാമിക്കിൻ്റെ ഗോൾഡും ഒരു വൈറ്റ് അല്ല, അതിനെന്താ കളറാണ് പറയുക, നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഷെയ്ഡിലുള്ള അടിപൊളി റോയൽ ലുക്ക് കിട്ടുന്ന നല്ലൊരു ഡിന്നർ സെറ്റാണ് ഇത്. വന്നിട്ട് ഒരു വലിയ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റ്, പിന്നെ ബൗള്, ഗ്ലാസ്, കപ്പൻ സോസ് അങ്ങനെയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു സെറ്റായിട്ടും വാങ്ങാം. അതല്ല നമുക്ക് കംപ്ലീറ്റ് ഡിന്നർ സെറ്റ് ഒരു 6 പീസായിട്ട് വേണം, 6 പ്ലേറ്റ്, 6 ചെറിയ പ്ലേറ്റ്, 6 കപ്പ് സോസർ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാനായിട്ട് പറ്റും. ഇതിപ്പോൾ നല്ല അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 1499 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ ഇതിപ്പോൾ 4 സെറ്റായിട്ടാണ് ഞാൻ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ഡൈനിങ് ടേബിളാണ്, അതിൽ സെറ്റ് ചെയ്യണം, ഒരു നല്ലൊരു റോയൽ ലുക്ക് കിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 6 പീസോ 6 സെറ്റ് കേട്ടോ, പീസല്ല, എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിപൊളി സൂപ്പറായിരിക്കും. നമ്മൾ ശരിക്കും പുറത്തൊക്കെ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എത്രയാണെന്നറിയോ, 22,000 രൂപ,
15,000 രൂപ ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ സെൻഡ് ചെയ്യുന്നത്. കാരണം അത്രയും നമുക്ക് ബൾക്കായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വെയർ ഹൗസിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഓർഡർ കൊടുക്കാം, നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഒരു സെറ്റായിട്ടാണ് ഫസ്റ്റ് കാണിച്ചത്, അതിൽ എത്രയൊക്കെ വരിക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു 4 പീസ് വരുന്ന പോലെ 4 പ്ലേറ്റ്, 4 ബൗള്, 4 ഗ്ലാസ്, 4 സോസറൊക്കെ വരുന്ന പോലെയും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതെല്ലാം 6 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലുക്കായിരിക്കും കേട്ടോ. എനിക്ക് അതായത് ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയണം. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് ചിലതിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് മാർക്ക് വരുന്ന പോലെ വരുന്നുണ്ട്. അത് ഞാൻ മുൻകൂട്ടി പറയാണ്, കാരണം നമ്മളല്ല ഇവിടെ നിന്ന് അയക്കുന്നത്. പിന്നെന്താ, അത് ഡാമേജ് കാര്യങ്ങളൊന്നുമല്ല. ചില പീസിലൊക്കെ ഈ സെറാമിക് അല്ലേ, മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം കേട്ടോ. അപ്പോൾ എല്ലാം ദേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ കാണിച്ചു തരാണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഓഫർ പ്രൈസ് എന്ന നിലക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 6 സെറ്റ് നിങ്ങൾക്ക് ഇതുപോലെ വേണം എന്നുണ്ടെങ്കിൽ വെറും 1499 × 6 നോക്കിയാൽ 8,994 രൂപ മാത്രമേ ഉള്ളൂ. ഇത് ചുരുങ്ങിയത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 15,000, 25,000, 22,000 ഒന്നും അല്ലെങ്കിൽ ഒരു 20,000 രൂപയെങ്കിലും കൊടുക്കണം. ആ ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് 8,994 രൂപയ്ക്ക് കിട്ടുന്നത്. പ്ലസ് ഷിപ്പിങ്ങും കൂടെ വരും. പിന്നെ നിങ്ങൾക്ക് കോഴിമുട്ട വിരിയിക്കാനുള്ള ഒരു ഇൻക്യുബേറ്റർ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള നമ്പർ നമ്മുടെ നമ്പറല്ല, വേറെ നമ്പറാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓർഡർ ചെയ്യരുത് കേട്ടോ. പിന്നെ അതേ നമ്മുടെ കിച്ചണിൽ അങ്ങനെ ഫൈനലി നോബുകളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഓഫ് വൈറ്റും ഗോൾഡൻ തീം തന്നെയാണ് നമ്മുടെ കിച്ചനും വേണ്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേ തന്നെയാണ് നമ്മുടെ പ്ലേറ്റുകളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു റോയൽ ലുക്ക് തന്നെയാണ് കേട്ടോ വരിക. അങ്ങനെ ഇന്നത്തെ വീഡിയോൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. ബാങ്കിലേക്ക് പോകണമായിരുന്നു, കുറച്ച് പൈസ എടുത്ത് കയ്യിൽ വെക്കണം. പിന്നെ ഒരു അർജൻറ്റായിട്ടുള്ളൊരു ഇടപാട് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് ഗോൾഡ് കാര്യങ്ങളൊക്കെ വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. 2-3 ദിവസമായിട്ട് പോകണമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ചിലപ്പോൾ ഒരു ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ ഇരിപ്പായിരിക്കും, പിന്നെ ഇറങ്ങൂല. ഓരോന്ന് കാൽക്കുലേഷനാണ്, അതെങ്ങനെ ചെയ്യും ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതേ പണിക്കാർക്കുള്ള ചായ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇച്ചു ബേബിക്കുള്ള പാലും കൂടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ നോബുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും അടിപൊളിയായിരിക്കും. ഈ ഒരു ഭാഗത്ത് നോബ് തന്നെയാണ് വെക്കുന്നത്. ബാക്കി ബെഡ്റൂമിൻ്റെ ഭാഗത്ത് നമ്മുടെ ബാക്കിയുള്ള ഹാൻഡിൽസൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.